പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അകന്നു പോകാനുള്ള സ്നേഹത്തിൽ ആശപ്പെട്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളാനും ഈശോയുടെ നല്ല സാക്ഷികളായിട്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വഴി കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനും നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനും ഒരുക്കുവാനും ശക്തിപ്പെടുത്തുവാനുമായിട്ടാണ് ഈ ബൈബിൾ കൺവെൻഷൻ ഇവിടെ ആണ്ടുതോറും നമ്മൾ ആഘോഷമാരി നടത്തി വരുന്നത്. സംരക്ഷകരായി തീരട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. അഭിവന്ദ്യ മാർജേക്ക പങ്ങാടിത്തെ പിതാവിന് രൂപത കുടുംബം മുഴുവൻ്റെയും പേരിലുള്ള സ്നേഹനിർഭരമായ നന്ദി അറിയിക്കുന്നു. ശക്തിയോടെ കഴിച്ച് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങളുയർത്തി സ്തുതിക്കാൻ സന്തോഷത്തോടെ സ്തുതിക്കുന്ന എല്ലാ ദൈവമക്കളും ചേർന്ന് സഖറിയ 4:6 അഭിഷേകം തരണേ പരിശുദ്ധാത്മാവേ. 1 അഭിഷേകം തരണേ. റോമ 8:26 പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ പരിശുദ്ധാത്മാവേ, സഹായിക്കണേ പരിശുദ്ധാത്മാവേ. കരങ്ങളുയർത്തി ഈശോന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ആനന്ദത്തോട് സൂക്ഷിച്ചു സ്തുതി 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 സ്തുതി. യോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. യോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആനന്ദത്തോടെ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ,
കവിയണമേ കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരയുയർത്തി ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ 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 ഒഴുക്കണം, കരുണ ഒഴുക്കണേ പരിശുദ്ധാത്മാവേ, കരുണ ഒഴുക്കണേ ഈശോയെ. സ്തുതി സ്തുതി. ആമേൻ. കരങ്ങൾ കൂപ്പി കണ്ണടച്ചു പിടിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സർഗീസൈന്യങ്ങളുടെ പ്രതാപവാനെ പ്രഭു, ഉന്നത ശക്തികളുടെ ധ്യാനങ്ങളോടും ഇരുളറിഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഫലത്തിന് രക്ഷിക്കാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യ കീഴ്പ്പെടുത്തുകയോ തിരുസഭ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വെടിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. കുരിശുമോതിര നമുക്ക് ഇന്നത്തിന് ആസ്വദിക്കാം. ഈശോയുടെ രക്തം കൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ വഴി മുട്ടിക്കഴിയുമ്പം നമുക്കുള്ളൊരു വഴിയാണ് കേട്ടോ, യേശു ആകുന്ന വഴി. ഒരു ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ. യോഹന്നാൻ 14:6 ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവൻ. ഈ വഴി മുട്ടിയവർ ചിലപ്പോൾ വഴി മുട്ടണം നമ്മൾ കർത്താവാകുന്ന വഴിയിലേക്ക് വരാൻ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മുമ്പിൽ എപ്പോഴും വഴിയുണ്ട്. ആ വഴിയെ പോകുന്നവൻ ആ വഴി അടയത്തില്ല. എന്താ വെച്ചാൽ വേറെ വഴിയൊന്നും അടയത്തില്ല. ശരിക്കും നമുക്ക് വേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ. ഈ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം പരിശോധിച്ചാൽ ഒരു കാര്യം കാണാൻ പറ്റും. അത്ഭുതങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കിയവർക്കല്ല അത്ഭുതങ്ങൾ കിട്ടിയത്. സ്വർഗത്തിലേക്കുള്ള വഴി തങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു പോയത് മാറ്റാൻ തീരുമാനം എടുത്തവർക്കാണ് കർത്താവ് അത്ഭുതങ്ങൾ കൊടുത്തിട്ടുള്ളത്. കൈയടിച്ചത്തോ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തന്നെ നിർത്താൻ ഒരിക്കലും കർത്താവ് തരത്തില്ല. കാരണം 5 അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തവന് അപ്പം തിന്ന് ഈ ഭൂമി മരിച്ചു വേണ്ടി കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈശോ 5 അപ്പവും 7 അപ്പവും 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ട് പിന്നെ നിർത്തി. കാരണം ആ അപ്പം തിന്നാൽ ഈ ഭൂമിയിൽ മരിച്ചു വീഴുള്ളൂ. അപ്പോൾ ഈശോ ജീവൻ്റെ അപ്പനെ പറ്റി പറഞ്ഞു. ഞാനിത് പറഞ്ഞത് ഈ കൃപാഭിഷേക കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകൾ ഇടുങ്ങിപ്പോകരുത്. അത്ഭുതങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിവിൽ ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള അഭിഷേകമാണ് കൃപയുടെ അഭിഷേകത്തിലെ കർത്താവ് നമുക്ക് തരിക. ഒരു ഹല്ലേലൂയ കൂടി ഉച്ചത്തിൽ പറയാമോ? സ്വയം ഉയർത്തി പറയാം. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് ഒരു 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു പിടിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു 7 നിയോഗങ്ങളെ നമുക്ക് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം ശുശ്രൂഷയുടെ ഫലമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ രൂപതയിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈശോ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 7 നിയോഗം സമർപ്പിക്കുക. സങ്കീർത്തനം 55:22 വചനം പറഞ്ഞ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ എത്ര വലുതായാലും എത്ര പ്രശ്നങ്ങളായാലും എത്രയേറെ മുറിവുകളുണ്ടെങ്കിൽ അതെല്ലാം ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് കഴിച്ച് പടമോ വിശ്വാസത്തിൻ്റെ കൃപയോടെ ശക്തിയോടെ കഴിച്ച് കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിനവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിനവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്.
പിന്നെന്ത് ഭയമിത് എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്. പിന്നെന്ത് ഭയമിത് എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്. പിന്നെന്ത് ഭയമിത് എൻ മനമേ. മനസ്സിലും ശരീരത്തിലുള്ള തെറ്റായ ചിന്തകളെല്ലാം വിട്ടുപോകട്ടെ, പാപശക്തികൾ വിട്ടുപോകട്ടെ, നിരാശ ദുഃഖമെല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടുപേരും ഈശോയെ വിളിച്ചേ. ഹല്ലേലൂയ ശക്തിയോടെ നന്നായിട്ട് കഴിച്ച് മരം ഉയർത്തി കഴിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. രണ്ട് കരമുയർത്തുന്ന ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ഈശോയെ സ്തുതിക്കുന്നു. ആരാധന ഹല്ലേലൂയ ആരാധന ഈശോയെ ആരാധന ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ആരാധന. ആമേൻ. അപ്പോഴാണ് അവർ മണിക്കൂറുകൾ ഫേസ്ബുക്കിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോയിരുന്ന് അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇവന്റെ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങും. അവിടെയോട് പറയാം, അവൻ്റെ വിഷമം പറയാൻ പോവാം. കാരണം ഇവിടെ കേൾക്കാൻ ആളില്ല. നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കൾ ഭയങ്കര ബിസി ഷെഡ്യൂൾ, എല്ലായിടത്തും ബിസി. ഞങ്ങൾ അച്ഛന്മാരും ബിസിയാണ്, എല്ലായിടത്തും ബിസിയാണ്. ആരും കേൾക്കാൻ തരില്ല. സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കൾ ആ മക്കളുടെ വേദന കേൾക്കാൻ എന്തോ ആകട്ടെ, പരീക്ഷയ്ക്ക് മാർക്ക് പോയി, അല്ലെങ്കിൽ ക്ലാസ് മുറി വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ കോളേജിൽ നിന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അവിടെ എന്ത് പേരെ സ്ഥലത്തുണ്ടല്ലോ, ഒരു മാർക്ക് കുറഞ്ഞാൽ മതി ഭയങ്കര വഴക്കുണ്ടാക്കും ചില കുഞ്ഞുങ്ങളോട്. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പിന്നെ അപ്പം വേണ്ടുന്നില്ല. ഒരിക്കലും പെങ്കൊച്ചനോടൊന്ന് പറഞ്ഞാണ്, എക്സാമിന് മാർക്ക് കുറഞ്ഞ പിന്നെ അപ്പനോട് മിണ്ടുന്നില്ല. മെഡിസിൻ്റെ ഫൈനൽ എക്സാമിന് ഒരു സബ്ജക്റ്റ് പോയി, അതോടെ അപ്പം ഭയങ്കര പ്രശ്നത്തിലായി. എൻട്രൻസിൽ അവസാനം മാർക്ക് കുറഞ്ഞവിടെ അമ്മ പിന്നെ മിണ്ടുന്നില്ല. അപ്പം പിന്നെ കുടി തുടങ്ങി. ബോൾക്ക് നിരാശകൾ കണിച്ചാൽ അപ്പോൾ ഈ സ്നേഹം കിട്ടാൻ ഈ കുഞ്ഞു പിന്നെ വേറെ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇന്നാളുകൾക്ക് ഈ മെഡിക്കൽ സ്റ്റുഡൻസായ കുറേ ചെറിയ കുട്ടികളുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ ദൈവം അവസരം അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ, അവരുടെ എക്സാമൊക്കെ വന്നപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങൾ, അപ്പോൾ അവർ MBBSൻ്റെ ഫൈനൽ ഇയറിലോട്ട് കയറുന്ന സമയമാണ്. അപ്പോൾ അവർ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. ചില കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രശ്നം, മാനസിക പ്രശ്നം, ടെൻഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഫിയർ, വീടിനോട് വെറുപ്പ്, അപ്പനോട് ഭയങ്കര വെറുപ്പ്, പ്രശ്നം കണ്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കോളേജുകളിലുള്ള കുഞ്ഞുങ്ങൾ വരും കാണാൻ പറ്റി. NRI സ്റ്റുഡൻസിൻ്റെ അവസ്ഥ കാണാൻ ഭയങ്കര സങ്കടം തോന്നുന്നത്. അപ്പം അതുങ്ങളൊരു അവധി കിട്ടാൻ വേണ്ടി നടക്കുക. ആരെ കിട്ടിയാൽ അവൻ്റെ കൂടെ ഇറങ്ങി ഏത് സ്ഥലത്തോട്ട് വേണേലും വണ്ടി എടുത്തങ്ങ് പോകും. കാരണം അപ്പനമ്മയോടെയാ വിദേശത്താണ്, ഇവിടെ ഇറക്കി വിട്ടിട്ട് അവർ പോയി. അവർ കാശിഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, ഹോസ്റ്റൽ ഫീസോ എന്ത് വേണമല്ലോ, ഡൊണേഷനോ എക്സ്ട്രാ ഡൊണേഷനോ എന്ത് സംഭവം. പക്ഷെ തിരിഞ്ഞു പിന്നെ നോക്കില്ല, സ്നേഹം കൊടുക്കുന്നില്ല അപ്പനും. ഫോൺ എടുക്കുമ്പോഴേ മക്കൾ ചോദിക്കും, അപ്പൻ ചോദിക്കും മാർക്ക് എത്രയുണ്ട്,
എത്ര മാർക്ക് കിട്ടി നിനക്ക്? ഇതെങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വേറൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു വിഷമം കാണും. അപ്പോൾ രോഗം വന്നപ്പം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചെന്നോട് വെറുതെ, ഞാനൊക്കെ അത് എനിക്ക് ചിരി വന്ന കൊച്ചിൻ്റെ, ഈ സമരിയാക്കാരോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ പോയാൽ ഒരു ഫ്രണ്ട്സിനെ പിടിയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തതിൻ്റെ പിന്നാലെ പോകും. അത് കഴിയുമ്പോൾ അടുത്ത, കാരണം ഇത് സ്നേഹത്തിന് ദാഹം കൂടുകയാണ്, ഭയങ്കരമായ ദാഹം കൂട്ടുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ സമരിയാക്കാരിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ഈ 5 കൊണ്ട് ചുമക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഭാരം കൂടി ഒരുപാട് സ്നേഹത്തിൽ നടന്നപ്പോൾ ഉടനെ പ്രശ്നങ്ങളാണിത്. ഇത് മുഴുവൻ ചുമക്കണം. വലിയ പ്രശ്നത്തിലെത്തി. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു പറഞ്ഞു. അവസാനം ഇപ്പോൾ ഉള്ളവനും അല്ലെന്ന് ഈശോ ഇങ്ങനെ പറയുന്ന സംഭവം അറിയാലോ. അപ്പോൾ അവസാനം ഈശോയുടെ സ്നേഹം അറിയാം. ഈ പാപിനിയായി ഇവള് ഈ യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ കർത്താവ് ആ പാപിനിയുടെ അടുക്കൽ വന്നിട്ട് അവളോട് സംസാരിക്കുന്നു, അവളുടെ വിഷമങ്ങൾ കേൾക്കുന്നു, അവളുടെ അവസ്ഥ പറയുന്നു, അവളോട് കരുണ കാണിക്കുന്ന ദൈവത്തെ അവൾ കണ്ടുമുട്ടി. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവസ്നേഹം അല്പനേരം ദൈവസ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവളെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ പിന്നെ കണ്ടുമുട്ടി നോക്കി. ആ പാത്രം അവിടെ ഇട്ടേച്ചിട്ട്, അല്ലേ, ആ പാത്രം അവിടെ ഇട്ടേച്ചിട്ട് അവൾ പോയെന്നാണ് പറഞ്ഞത്. ശരിക്കും നോക്കി വെള്ളം കോരാനുള്ള പാത്രം ഇട്ടേച്ച് പോവുക. എൻ്റെ അർത്ഥം ശരിക്കും ഇത്രയും നാളും ഇവളെന്തിനീ വെള്ളം കോരുന്നത്? ഇവരെല്ലാം കുടിപ്പിക്കണ്ടേ? ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, ഇനി ഒരുത്തിനെയും കുടിപ്പിക്കുന്ന പരിപാടി നിർത്തി. ഇനി ആരും കുടിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ നടക്കാറായി. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുകയാണ്. അത്രയും നാൾ ഇവരെ കുടിപ്പിക്കുകയാണ് ഇവന് ജോലി. അത് ചില ജോലിക്ക് പോകുന്നത് ആരെയൊക്കെ കുടിപ്പിക്കാൻ വേണ്ടിയാ. മൊബൈൽ റീചാർജ് ചെയ്യുന്ന ആരെയൊക്കെ കുടിപ്പിക്കാൻ വേണ്ടി രാത്രിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വസ്ത്രമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥലം ബിസിനസ്സൊക്കെ പോണ്. ഇങ്ങനെയുള്ള ജീവിക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ആ സ്നേഹം കാശ് കൊടുത്ത്, ഞാൻ പറഞ്ഞത് ഈ തവിട് കഴിക്കുന്ന കാലഘട്ടം. സ്വന്തമായതൊന്നുമില്ല, പിന്നെ ഇതൊക്കെ ഉള്ളു, പിന്നെ അതുള്ളത് ഈ ചിരിയും കളിയും കൊണ്ട് പോകും. അപ്പോഴാണ് സിനിമകൾ കടുവപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ സിനിമ മേഖലയിലോട്ട് ചില പാപത്തിന് വഴികളിൽ പോകുന്നത് കാണാൻ പറ്റും. തിന്മ എല്ലാത്തിനും പോകും. ധാർമ്മികതയ്ക്കും മൊറാലിറ്റി ഒന്നും കാണാം. കാരണം സ്നേഹം തലയ്ക്കകത്ത് കയറുമ്പോൾ, സ്നേഹത്തിന് വേണ്ടി ദാഹം വരുമ്പോണ്ടല്ലോ, പിന്നെ നമ്മുടെ മുന്നിൽ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം കിട്ടുക എന്നുള്ള ഏറ്റവും ലക്ഷ്യം. പ്രസലോഷ് അവിടെ വേറെ ഒന്നും മേലുകീഴൊന്നും ഒക്കെ ഇല്ല. അതല്ലേ പണ്ട് പറയാറില്ലേ, പ്രേമത്തിന് കണ്ണില്ല എന്നൊരു വാക്ക് പറയാം. ഹല്ലേലൂയ, പ്രേമത്തിന് കണ്ണില്ല. അത് ആ സമയത്ത് ഇതിന് വേറെ ഒരു വിചാരമില്ല, ഒരു വിചാരം. കാരണം ഇത് വേണ്ടി ഈ തലമുറയ്ക്ക് അത് വളരെയധികം കൂടുതൽ. കാരണം ഈ ദൈവസ്നേഹ അനുഭവം നഷ്ടപ്പെട്ടു പോയി. രണ്ട് കരത്ത് പറയും ഹല്ലേലൂയ, ശബ്ദം എടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കുന്നല്ല. വിശുദ്ധനായ വലിയ പുണ്യവാന്മാരുടെ ഗണത്തിൽപ്പെടുന്ന സഭയുടെ റിഫർമേഷൻ്റെ കാലത്തുണ്ടായിരുന്ന വലിയ വിശുദ്ധ അമ്മത്രിസ്തേം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് കുരിശിൻ്റെ യോഹന്നാൻ്റെ അപ്പൻ വലിയ സമ്പന്നനായിരുന്നു, അമ്മയൊരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അവർ കല്യാണം കഴിച്ച വീട്ടിൽ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് പിന്നെ ഇവർ കുറേ ദൂരോട്ട് മാറി ഒരു വീടൊക്കെ എടുത്ത് കൃഷിയൊക്കെ നടത്തി. 5 മക്കളുണ്ടാകുന്നുണ്ട് അവിടെ വെച്ച്. അവർക്ക് ആ 5ാമത്തെ മകനാണ് ഈ പറയുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ഇത്രയും ദാരിദ്ര്യം കഷ്ടപ്പാടും പിടിച്ച് കുടുംബത്തിൽ നിന്ന് വന്നു. പക്ഷേ ദൈവസ്നേഹം ഭയങ്കര. ഈ അമ്മ ഇങ്ങനെ ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുക. അമ്മയപ്പനും ഈ കുഞ്ഞിന് കൊടുക്കുന്ന ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിൽ വളർന്ന കുഞ്ഞിന് പിന്നീട് ഈ ഒരു മൊണാസ്ട്രി ചേരാൻ താമസ ജീവിതത്തിലൂടെ ഭയങ്കര താല്പര്യം തോന്നുന്നു. അങ്ങനെ താമസ ജീവിതത്തിലൂടെ ചെന്നപ്പോഴേക്കും അന്നത്തെ സഭയിലെ ചില പ്രതിസന്ധികളുടെ സമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മത്രിസ്യ എന്നുള്ള വലിയ പുണ്യവതിയെ കണ്ടുമുട്ടും. നിഷ്പാദിക സഭയുടെ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് അകലാനുള്ളൊരു ചിന്ത, ലൗകികത സഭയിലേക്ക് ഒത്തിരി കയറിപ്പിടിച്ചു. അപ്പോൾ സഭയുടെ വളർച്ചയെ അത് ബാധിക്കാൻ തുടങ്ങി, ആത്മീയതയെ ബാധിക്കാൻ തുടങ്ങി. കാരണം ലോകാരൂപ്യം കയറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മാറുക എന്നുള്ള ഒരു വിശ്വാസ ഒരു സംഭവത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ഈ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ അധികാരികളോട് തൻ്റെ ചില തീരുമാനങ്ങൾക്ക് അവർ അംഗീകരിക്കുന്നില്ല. അന്നത്തെ സഭയിലെ മിഡിവൽ പീരീഡ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപാട് പീഡന മുറകളൊക്കെ ഉണ്ട്. ഈ മൊണാസ്റ്റികൾ അനുസരണക്കേട് കാണിച്ചാൽ അപ്പോൾ അതിന് പീഡന മുറകളൊക്കെ അനുഭവിച്ച് വിഷമിച്ചിരിക്കും അവസാനം. പക്ഷേ ഇദ്ദേഹം തീർത്ത് ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് മാറി പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പല ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് ഒരു ഇരുണ്ട മുറിക്കകത്ത് ഈ മനുഷ്യനെ, ഈ പുണ്യവാനെ പിടിച്ച് പൂട്ടിയിടുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പറയുന്നുണ്ട്, അവിടെ ആ മുറിക്കുള്ളിലൊരു തൂങ്ങപ്പെട്ട രൂപം, ഈശോമിശിഹായുടെ കുരിശുരൂപം കണ്ടിട്ട് ആ കുരിശുരൂപത്തിലേക്ക് നോക്കി ഈ മനുഷ്യൻ ധ്യാനിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്താണ് ധ്യാനിക്കുന്നത്? ദൈവസ്നേഹം. ദൈവം സ്നേഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്നേഹമാണ്. കാൽവരി കുരിശിലൂടെ വെളിപ്പെടുന്നത് പാപികളായി നമ്മളെ ഉപേക്ഷിച്ച ദൈവത്തെയല്ല,
പാപികളായ നമുക്ക് വേണ്ടി മരിച്ചൊരു ദൈവം, നമുക്ക് വേണ്ടി മരിച്ച ദൈവം. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തിട്ടല്ല, ഇങ്ങോട്ട് ദൈവം ചെയ്തു തരുന്ന വലിയൊരു കരുണയുടെ സ്നേഹത്തെ അത് മുഴുവൻ ധ്യാനിച്ച് അദ്ദേഹം ഈ കുരിശിൻ്റെ തൂങ്ങപ്പെട്ട ഈശോമിശിഹായുടെ തിരുമുറിവിനോട് തന്നെ ഐക്യപ്പെടുത്തുന്ന ഒരു ആധ്യാത്മികത കയറി വരുന്ന കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട്, അങ്ങനെ ദൈവസ്നേഹവും ഇദ്ദേഹത്തിൻ്റെ ആത്മാവും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ഒരു ലയനമുണ്ടാകുന്നു, യൂണിയൻ വിത്ത് ഗോഡ് എന്നൊരു സംഭവം ഉണ്ടാകും. ആ ഒരു ലയനത്തെക്കുറിച്ച് കാൻഡിക്കിൾ ഓഫ് കാൻഡിക്കിൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ഗ്രന്ഥത്തിൽ വലിയ ഒരുപാട് പദ്യങ്ങളാണ് നിറഞ്ഞു കാണാം. അപ്പം അതിനകത്ത് പറയും പോയംസാണ്. ആ പോയംസ് പറഞ്ഞു വെക്കുന്നൊരു സംഭവമുണ്ട്. ഈ ദൈവാത്മാവുമായിട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം നിശ്ചലമായി തീർന്നു പറയും. ഹല്ലേലൂയ. ദൈവവുമായിട്ട് ദൈവസ്നേഹത്തിൽ ലയിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വിചാര വികാരങ്ങൾ നിശ്ചലമായി എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ലോകത്തിൻ്റെ ആഗ്രഹം നിശ്ചലമാകാത്തത് ഈ ദൈവസ്നേഹം കൊണ്ട് നിറയാത്തതുകൊണ്ടാണ്. ക്രൂശ് തന്നെ തിരുമുറിവുകളോട് ആ സ്നേഹത്തോട് അടുക്കാതെ നിൽക്കുന്ന അകന്നു നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആഗ്രഹങ്ങൾ, വെറുപ്പും വിദ്വേഷം ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നു ആ ദൈവസ്നേഹം അനുഭവം. അതുകൊണ്ട് ദൈവസ്നേഹം അനുഭവിക്കാത്ത ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സമരിയാക്കാരിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അല്ല മറ്റു പല പ്രശ്നങ്ങളും തിന്മകളുണ്ട്. ആ ദൈവസ്നേഹം ഇത് തന്നെയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോഴും ദൈവസ്നേഹം അനുഭവിക്കാതിരുന്ന കാലങ്ങൾ മദ്യപാനവും ലോകത്തിൻ്റെ ഒരു ലൈഷ്യറായിട്ടുള്ള നല്ല സുഖകരമായ ജീവിതത്തിലേക്ക് ഓടുന്ന ദൈവസ്നേഹം അനുഭവിക്കാത്ത ആത്മാക്കൾ ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്ന വലിയൊരു സംഭവം കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 1 തിമോത്തി 6:10 പൗലോസ് പറയും, ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാനം. ധനം വരുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നാലെ ഓടുക. സ്നേഹം, എല്ലാം സ്നേഹം, അംഗീകാരം, സ്നേഹം കിട്ടണം, അംഗീകാരം കിട്ടണം, എവിടെ എനിക്ക് പേര് കിട്ടണം, എവിടെയും ഉയർന്നു നിൽക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ തലയ്ക്ക് കയറും. അത് ദൈവസ്നേഹം അനുഭവിക്കാത്ത, ദൈവത്തെ സ്വന്തമാക്കാത്ത ആത്മാക്കൾ ഈ ഭൂമിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായ വഴക്ക് കൂടുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 കാലത്ത് പറയും ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. വെരി ഗുഡ്. ഒന്നും കൂടെ പറഞ്ഞു ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അഭിഷേകത്തോടെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ സമരിയക്കാരി അവള് ആ പാത്രം കുടയോടെ ഇട്ടിട്ട് അവൾ നേരെ ഗ്രാമത്തിലേക്ക് പോയി ഈശോയെക്കുറിച്ച് ദൈവസ്നേഹം അനുഭവിച്ചു. അവൾ പിന്നെ എല്ലാം വിട്ടു. ഒറ്റ നിമിഷം കൊണ്ട് പാപബന്ധങ്ങളെല്ലാം വിട്ടുപോയി. അവളുടെ ശരീരം നിയന്ത്രണത്തിൽ, കൺട്രോളിൽ. അവൾ പ്രശ്നം തീർന്നു. ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു ആത്മാവിന് പിന്നെ പ്രശ്നം തീർന്നു. പിന്നെ പ്രശ്നമില്ല. ഫ്രീ ആവും, മനസ്സ് ഫ്രീ ആവും, ചിന്തകൾ ഫ്രീ ആവും, ക്ഷമിക്കാൻ പറ്റും, എളുപ്പപ്പെടാൻ പറ്റും. ഏത് കസേര ഇരുന്നാലും നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പൗലോസ് പറയുന്ന ഫിലിപ്പി ലേഖനത്തിൻ്റെ ഈ 4-ാം അധ്യായത്തിൽ 4 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വായിച്ചു വരുമ്പോൾ പൗലോസ് തുടങ്ങുന്നെങ്ങനെയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നത് അവസാനം പറയുന്നത്, ഏതവസ്ഥയിലും ജീവിക്കാൻ ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഏതവസ്ഥയിലും എനിക്ക് സംതൃപ്തനായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം ദൈവസ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഏതവസ്ഥയിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ഈ ദൈവസ്നേഹം അനുഭവിക്കാത്ത ആത്മാക്കൾ അവർക്ക് അവരുടെ ചെറിയ ശബ്ദങ്ങൾ പോലും അവർക്ക് അസ്വസ്ഥരാണ്. അവർക്കെല്ലാം പ്രശ്നം, ചെറിയ കുറവ് പോലും വലിയ പ്രശ്നങ്ങൾ. പെട്ടെന്ന് ഇമോഷണലി അവർ പ്രശ്നങ്ങളുണ്ടാക്കും. അവർ വൈകാരികമായിട്ട് ഒരു അപക്വമായിട്ട് പെരുമാറുന്ന കാണാൻ പറ്റും. ദേഷ്യം കൂടും, അരിശം കൂടും. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവർ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. ചിലരോട് നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിപ്പോൾ, ചിലരോട് എപ്പോഴും പോസിറ്റീവ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ചിലരോട് നെഗറ്റീവ് പറഞ്ഞ പ്രശ്നം ഒരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നും, ചില മിണ്ടാണ്ടിരിക്കും, സംസാരിക്കാതിരിക്കും, നിരാശകൾ പെട്ടെന്ന്. ഈ ദൈവസ്നേഹം അനുഭവിക്കാത്ത ആത്മാക്കളുടെ പ്രശ്നം. തിരുസഭയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ജീവജനമായിട്ട് സ്വർഗോന്മുഖമായി യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന മനോഹരമായ സഭ. ഈ സഭയിൽ നമുക്കൊരു ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മാറ്റൊലികൾ ഉണ്ടാകണമെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈശോ മിശിഹായുടെ സ്നേഹം അനുഭവിച്ച വ്യക്തിത്വങ്ങളായിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യെശയ്യാ 54:10 ഒരിക്കൽ കൂടെ പറയുകയാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അചഞ്ചലമായ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ആ ദൈവസ്നേഹം ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ഇന്ന് നമ്മൾ ഏത് പാപി, എത്ര
എത്ര മാരക പാപം ചെയ്ത വ്യക്തിയായാലും ദൈവത്തിൻ്റെ അടുക്ക് ദൈവം അവനേക്കാൾ സ്വന്തം മകനായിട്ട് കാണും. സ്വന്തം, നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരപ്പനേ ഉള്ളൂ, ഒരു അമ്മയേ ഉള്ളൂ എന്ന് പറയും. എല്ലാം ഉള്ളൂ നമ്മുടെ ഈശ്വരനാഥനാണ് നമ്മുടെ എല്ലാം, സർവ്വം ആ ഈശോയെ സ്വന്തമാക്കിയാൽ മാത്രമേ പിന്നെ ഗ്രോത്ത് ആവട്ടോ, പിന്നെ വസ്ത്രമായി നമ്മുടെ സംരക്ഷണം. അന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവരും പറഞ്ഞു, അച്ഛാ സുരക്ഷിതത്വമില്ല, അപകടം വരും, അനർത്ഥം. ഇവൻ്റെ കാലുകൾക്ക് ചെരുപ്പിട്ടിരിക്കുന്നത് ആരുടെ ചെരുപ്പാന്നുള്ളതാണ്. പിശാചിൻ്റെ സുരക്ഷിതത്വം, പണം നൽകുന്ന സുരക്ഷിതത്വം, കൂട്ടുകാർ നൽകുന്ന സുരക്ഷിതത്വം, ഫ്രണ്ട്സിൻ്റെ സുരക്ഷിതത്വം, അറിവിൻ്റെ സുരക്ഷിതത്വം, കഴിവിൻ്റെ സുരക്ഷിതം, വിദേശത്ത് പോയ സുരക്ഷിതം ഒന്നുമില്ല. ദൈവം നിനക്കൊരു സംരക്ഷണം തരണം. ദൈവത്തിൻ്റെ കൈയടിച്ച് പാടാം. എഴുന്നേറ്റുന്നുണ്ട്, നമുക്ക് എഴുന്നേറ്റുന്നുണ്ട് കൈകളടിച്ച് പാടി നമുക്ക് ഈശോ ആരാധിക്കാം. കൈകളടിച്ച് പാടി ഈശോ ആരാധിക്കട്ടെ. എഴുന്നേറ്റുന്നുണ്ട് ശക്തിയോടെ ഈശോയെ. ഭാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നമിക്കുവാൻ, സ്തുതിക്കുവാൻ, പാടുവാൻ, നമിക്കുവാൻ, പുകഴ്ത്തുവാൻ. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. സർവബന്ധനങ്ങൾ അടിയട്ടെ ഈശോയുടെ നാമത്തിൽ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ബന്ധനം അടിയട്ടെ. ഭവവൈശാസിക പീഡകൾ വിട്ടുപോകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ, ആഴമേറിയ മാനസാന്തരം ഉണ്ടാകട്ടെ, ദൈവസ്നേഹ അനുഭവം ഉണ്ടാകട്ടെ. ഈശോയുടെ സ്നേഹം ഞാൻ ഹൃദയത്തിൽ കൊടുക്കട്ടെ. കൈയടിച്ച് പാടാം ശക്തിയോടെ. പോരാ, കരങ്ങളുയർത്തി കൈയടിച്ച് പാടാമോ? ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ഹല്ലേലൂ 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 ഹല്ലേലൂയ, ഹല്ലേലൂ 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 ഹല്ലേലൂയ, ഹല്ലേലൂ 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 ഹല്ലേലൂയ. ഒറ്റവിളിച്ചോ കൈകളുടെ ശക്തിയോടെ കഴിച്ചു. ഒരുപാട് വേദനകളുടെ തകർച്ചകളുടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. മക്കളിൽ നിന്ന് ഒരുപാട് മുറിവേറ്റ മാതാപിതാക്കളെ കാണിക്കുന്നുണ്ട്. മക്കളെ നഷ്ടപ്പെട്ടു, അവരുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു. അവരുടെ വഴിക്ക് പാപത്തിൻ്റെ വഴിയെടുപ്പുന്ന മക്കളോട് കരയുന്ന മാതാപിതാക്കളെ പരിശുദ്ധ മോദി ശക്തമായിട്ട് മനസ്സിൽ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെയുള്ള ബന്ധനത്തിൽ കഴിയുന്ന 44 കുടുംബങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായ അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവിടെ ബന്ധനം അഴിച്ചുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചതുകൊണ്ട് ഒറ്റ വിളിച്ചോയേ.
ക്യാൻസർ രോഗികൾ വിശ്വാസത്തോടെ ക്യാൻസർ രോഗികൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒരു അമ്മയെ കർത്താവ് പ്രത്യേകം കാണിക്കുന്ന ഒരു മകൾ വലിയ ഒരു 37-38 വയസ്സാണ് കാണിച്ചിരുന്നത്. ആ മകൾ ക്യാൻസർ രോഗിയാണ്. ഈശോ ഈ സമയത്ത് ഉത്ഥിതനായ ഈശോ ഈ സമയത്ത് ആ മകളെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് 2 കരമത്ത് ഈശോയെ സംസാരിക്കാനൊരു തടസ്സം അനുഭവിക്കുന്ന കുട്ടികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഒരു മോനെ ഈശോ പ്രത്യേകം കാണിക്കുന്ന ഒരു 7 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ നാവ് സംസാരിക്കുന്നില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആ കുഞ്ഞിൻ്റെ നാവിൽ ഈശോ തൊട്ട് ഈശോ കുഞ്ഞിന് വാ തുറക്കുന്നതായിട്ടും ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നതായിട്ടും കർത്താവിൻ്റെ അന്ന് കാണിച്ചിട്ടുണ്ട്. വിശ്വരിച്ച വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.